ഞാൻ നാഗപ്പൂർ സെമിനാരിയിൽ പോയപ്പോൾ നാഗപ്പൂർ സെമിനാരിയുടെ പ്രിൻസിപ്പൽ അച്ഛൻ വളരെ സന്തോഷത്തോടെ സംസാരിച്ചപ്പോൾ ഒരു സംഭവം ഞങ്ങളോട് പറയുകയുണ്ടായി. നമ്മുടെ തന്നെ ഭദ്രാസനത്തിലെ ഒരു അച്ഛൻ എത്യോപ്യയിൽ ചെന്നപ്പോൾ അദ്ദേഹം വെള്ളിയാഴ്ച വൈകിട്ട് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ടാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അധികം വന്ന ഭക്ഷണം അദ്ദേഹം പാഴ്സലാക്കി പൊതിഞ്ഞ് എടുത്തു, കളയണ്ട എന്നോർത്ത്. ഇത് മേടിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എത്യോപ്യൻ തെരുവിൽ ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. കഴിച്ചു എന്ന് പറഞ്ഞ് കൊടുത്തു. വെള്ളിയാഴ്ച വൈകിട്ടാണ്, ഞാൻ വീണ്ടും പറയാം, വെള്ളിയാഴ്ച വൈകിട്ടാണ്. എന്നിട്ട് അച്ഛൻ സന്തോഷത്തോട് പോയി. മുന്നോട്ട് പോയപ്പോൾ പുറകെ ഈ മനുഷ്യൻ കടന്നു വന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്ന് നോൺ വെജ് കഴിക്കില്ല, കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഓർത്തു നോക്കി, തെരുവിൽ ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യന്റെ ആത്മീയ ഭാവം എത്ര വലുതാണ്. എത്യോപ്യക്കാര് ഞായറാഴ്ച രാവിലെ പല്ല് തേക്കാതാണ് വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ പോകുന്നത്. വിശ്വസിക്കൂ? അച്ഛൻ പറഞ്ഞതാ. കാരണം അദ്ദേഹം പറയുന്നത്, രാവിലെ പല്ല് തേച്ചാൽ അവരുടെ വായ് ഉള്ളിലേക്ക് വെള്ളം പോകുമെന്നുള്ള ഭയം നിമിത്തം അവര് പല്ല് തേക്കാതാണ് രാവിലെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ പോകുന്നത്.